കാരണം ആദ്യ സിനിമ മുതൽ 1000 ബേബീസ് വരെയുള്ള സിനിമകളിൽ അങ്ങനെയാണ് നായകനൊരു നെഗറ്റീവ് ഷെയ്ഡ് എപ്പോഴും ഉണ്ടാവും. അല്ല, സിനിമയിൽ മാത്രമേ ഉള്ളൂ സൽഗുണ സമ്പന്നൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഒക്കെ ഫ്രോഡാ. നിന്നെ കൊന്നാൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് നിന്നെ കൊന്നിട്ട് ഞാൻ രക്ഷപ്പെടും. നീ എന്നെ കൊല്ലത്തില്ലെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഫസ്റ്റ് ഞാൻ നിന്നെ കൊല്ലാൻ നോക്കുന്നു. അതൊക്കെ പറച്ചില്ല. ഞാൻ നീ കൂടെ റൂമിൽ കിടന്നു നോക്കാൻ പറയാൻ പറ്റുമോ? ആദ്യം നീ നൈസായിട്ട് എന്നെ കെട്ടിപ്പിടിക്കുന്നതിനെ പറ്റി ശ്വാസം മുട്ടിച്ചു. ഈ 1000 കുട്ടികള് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് മാറ്റാൻ എന്തെങ്കിലും നടന്ന സംഭവം ബന്ധമുണ്ട്? ഇത് നടന്നോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. മേ ബി അന്ന് സംഭവിക്കാണ്ടിരിക്കാം. ആ സമയത്ത് സാറമ്മച്ചിയെ പോലുള്ളൊരു വട്ടായ ഒരു നേഴ്സ് അന്നുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ചെയ്യുമായിരിക്കാം, ചിലപ്പോൾ ചെയ്യത്തില്ലായിരിക്കാം. ഹായ് ഓൾ, ഇന്ന് ഇർഫാന്റെ ലോകത്ത് നമ്മളോട് ഉള്ളത് 1000 ബേബീസ് എന്ന വെബ് സീരീസ് ഡയറക്ടർ റൈറ്റർ നജീം കോയാണ്. നജീം കാ നമസ്കാരം. 1000+ ബേബീസ് എന്ന വെബ് സീരീസ് എങ്ങനെയാണ് നമുക്ക് ഇപ്പൊ ഈ കുട്ടികളെ ചേഞ്ച് ആക്കുക എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ഈ പല നമ്മൾ ഇതുവരെ ഒരു സിനിമയിലും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു വെബ് സീരീസ്. ഇതെങ്ങനെയാണ് ഇതിലേക്ക് തോട്ടിലേക്ക് കടക്കണത്? ഇതെങ്ങനെ ഉണ്ടായിരുന്നു? കഥ ഉണ്ടായിരുന്നു? ഇല്ലടേ, കഥ ഞാൻ ശരിക്കും സിനിമയ്ക്ക് വേണ്ടി ആലോചിച്ചൊരു കഥയാണ്. സിനിമയിൽ ഇതൊരു വർക്കൗട്ടല്ല കഥ. എന്നുവെച്ചാൽ ആര് ലീഡ് ചെയ്യും, അല്ലെ ആര് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യും എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്. ഇത് പക്ഷേ ഈ സിനിമ ആൾക്കാരിൽ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ വലിയൊരു ബഡ്ജറ്റ് വേണം. ഓക്കെ. അപ്പം നമ്മളിവിടുത്തെ വലിയ സ്റ്റാറിൻ്റെ അടുത്തൊക്കെ ചെന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കും, ഇതാരാണ് ഇത് ലീഡ് ചെയ്യുന്നത്, ഇതിലേത് ക്യാരക്ടർ ഞാൻ ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. മാത്രമല്ല അതിൻ്റെ വലിപ്പമുണ്ട് അത്രയും. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റുകൾ അതിൻ്റെ അകത്ത് കിട്ടണമെന്നില്ല. അപ്പം ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്ന സ്റ്റാർഡമുള്ള ഒരാൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ടെക്നീഷ്യനെ കിട്ടൂ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ കിട്ടൂ. അപ്പം ഇത് ഞാനിങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അനന്തപത്മനാഭൻ ഹോട്ട്സ്റ്റാറിൽ നിന്ന് വിളിക്കുന്നത്. വെബ് സീരീസ് ചെയ്യാനുള്ളൊരു പരിപാടിയുണ്ട്, എന്തെങ്കിലും കഥ ഉണ്ടെങ്കിൽ പറയുന്നു. അപ്പോഴാണ് ഞാൻ പപ്പനോട് പറയുന്നത്, അനന്തപത്മനാഭൻ അറിയാൻ പറ്റുമല്ലോ, എല്ലാവർക്കും അറിയാൻ പറ്റും, പത്മരാജൻ്റെ മകനാണ്. അദ്ദേഹമാണ് എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാനൊരു തോട്ട് പറഞ്ഞ് അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് കിട്ടി. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. പിന്നെ കഥ വന്ന വഴി നമ്മൾ കുറേ ഇൻ്റർനാഷണൽ സീരീസുകൾ കാണാറുണ്ട്. ഇന്ത്യയിൽ വേറെ സീരീസുകൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഇതൊന്നും ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ അപ്രോച്ച് ചെയ്യപ്പെടുന്നില്ലെന്ന് തോന്നി. ഞാനൊരു സീരീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റോറി ലൈൻ അത്രയും പ്രത്യേകത ഉണ്ടാകണം. അപ്പോഴാണ് ഞാൻ ആലോചിക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ നേരത്തെ ഞാൻ ആലോചിച്ച് വെച്ചിരുന്നൊരു സ്റ്റോറി ലൈൻ വരുന്നത്. അതാണ് ഇതിലേക്ക് എഴുതിയത്. പക്ഷേ ഇത് ഞാൻ ഈ കഥ വരുന്നതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയ 2 വരികളുണ്ട്. ആ വരികളിൽ നിന്നാണ് ഈ കഥ ഉണ്ടാകുന്നത്. ആ വരികൾ ഇതാണ്: ഞാനും നീയും നമ്മളും അടങ്ങുന്ന, അല്ലെങ്കിൽ നമ്മളെ അഭിമാനിക്കുന്ന ഒരു മതമുണ്ടല്ലോ, ആ മതം ഹോസ്പിറ്റലിൽ ഒരു നേഴ്സ് വിചാരിച്ച തീരാവുന്ന കുത്തിക്കഴപ്പേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ എഴുതിയ ഒരു 4 വരിയിൽ നിന്നാണ് പിന്നീട് ഈ കഥ ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ 1000 ബേബീസ് എന്ന് പറഞ്ഞ സ്റ്റോറി ഉണ്ടാകുന്നു. ഇത് ഈ 1000 കുട്ടികൾ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് മാറ്റാൻ എന്തെങ്കിലും നടന്ന സംഭവം ബന്ധമുണ്ട്? ഇത് നടന്നോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. മേ ബി അന്ന് സംഭവിക്കാണ്ടിരിക്കാം. കഥ പറയുന്നത് 80s-ലാണ്. 80s അല്ലെ 70s 80s എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകൾ, പ്രത്യേകിച്ച് സർക്കാർ ഹോസ്പിറ്റലുകൾ, സിസേറിയൻ നന്നേ കുറവ്. പിന്നെ നാച്ചുറൽ പ്രസവമായിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി കൊണ്ടുവന്ന വീട്ടുകാർ, അവർക്ക് ഡോക്ടർ ദൈവമാണ്, ഡോക്ടർ കൂടെ വരയ്ക്കുന്ന നേഴ്സുമാർ ദൈവങ്ങളാണ്. അപ്പോൾ ഈ സാധാരണപ്പെട്ട ആൾക്കാരാണ് ഈ ഹോസ്പിറ്റലൊക്കെ, സർക്കാർ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി പ്രിയപ്പെട്ട ഭാര്യയെ പ്രസവത്തിന് കൊണ്ട് കിടക്കുന്നത്. അതുങ്ങളിങ്ങനെ കാറ്റത്തും മഴയത്തും രാത്രിയൊക്കെ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ കറങ്ങിടക്കായിരിക്കും ഏത് കൊച്ചാണെന്നൊക്കെ അറിയാൻ വേണ്ടി. അതെ, പഴയ കാലത്തുള്ള പല ഹോസ്പിറ്റലുകളിലും രാത്രി കാലങ്ങളിൽ ഡോക്ടർമാർ നന്നേ കുറവാണ്. പക്ഷേ സാധാരണക്കാരായ ആൾക്കാരെല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഹോസ്പിറ്റലായിരിക്കും. അപ്പോൾ അവിടുത്തെ ഹെഡ് നേഴ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരുപാട് നാൾ ഇതേപോലെ പ്രസവത്തിനൊക്കെ നിന്ന ഒരു നേഴ്സായിരിക്കും ഡോക്ടറെ കാട്ടി കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ചിലപ്പോൾ അവരെ ഏൽപ്പിക്കും, അവരോട് വിശ്വാസം കൊണ്ട് അവരെ ഏൽപ്പിച്ചിട്ടായിരിക്കും പോവുക. ഇപ്പം എൻ്റെ ജ്യേഷ്ഠനുണ്ട്. എൻ്റെ ജ്യേഷ്ഠന എൻ്റെ ഉമ്മ പ്രസവിച്ച വീട്ടിലാണ്. അതൊന്ന് വയറ്റാട്ടിയാണ് എടുത്തത്. മനസ്സിലായി? പണ്ട് അങ്ങനെ ആയിരുന്നു.
ഇപ്പോഴാണ് ഹോസ്പിറ്റലിലൊക്കെ ആയത്. അന്ന് ഉമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, എൻ്റെ ഏട്ടൻ ഇപ്പോഴും സന്തോഷവാനായിട്ടിരിക്കുന്നു. അതെ. അപ്പോൾ ആ പേടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെയാണ് വീടുകളിൽ പ്രസവിക്കുന്നത് പേടിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അപ്പോൾ അന്ന് കാലത്ത് ഒരുപാട് സീനിയറായ നേഴ്സുമാരാണ് ഇതെടുക്കുന്നത്. ആ സമയത്ത് സാറമ്മച്ചിയെ പോലുള്ളൊരു വട്ടായ ഒരു നേഴ്സ് അന്നുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ചെയ്യുമായിരിക്കാം, ചിലപ്പോൾ ചെയ്യത്തില്ലായിരിക്കാം. ഞാനൊരു ഫിക്ഷൻ എന്നുള്ള രീതിയിൽ എഴുതിയതാണ്. അതുപോലെ തന്നെ ഇക്കാന്റെ സിനിമകളിൽ എപ്പോഴും നായകനൊരു നെഗറ്റീവ് ഷെയ്ഡ് എപ്പോഴും ഉണ്ടാവും. ഒരു നമ്മ സാധാരണ മലയാള സിനിമയിൽ കാണുന്ന പോലെ ഒരു പൂർണ്ണതയുള്ള ഒരു നായകനായിരിക്കില്ല. ഇപ്പൊ ഇക്കാന്റെ ആദ്യ സിനിമ മുതൽ 1000+ ബേബീസ് വരെയുള്ള 1000 ബേബീസ് വരെയുള്ള സിനിമകളിൽ അങ്ങനെയാണ്, നായകനൊരു നെഗറ്റീവ് ഷെയ്ഡ് എപ്പോഴും ഉണ്ടാവും. അതെന്താണ് ഇക്ക അങ്ങനെ? അല്ല, സിനിമയിൽ മാത്രമേ ഉള്ളൂ സൽഗുണ സമ്പന്നൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഒക്കെ ഫ്രോഡാ. സിനിമയിലെ നായകന് മാത്രമാണ് നമ്മൾ അത് കൊടുക്കുക, പട്ടം കൊടുക്കുക. സൽഗുണ സമ്പന്നനായിരിക്കും, എല്ലാത്തിലും ഇടപെടുന്നവർ വെറുതെ. വ്യക്തിപരമായിട്ട് നമ്മളെല്ലാവരും ഭയങ്കര സെൽഫിഷായിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ മറ്റുള്ള കാര്യങ്ങൾ. നമ്മൾ എവിടെയാണ് അത് കൃത്യമായിട്ട് പ്രയോഗിക്കേണ്ടതെന്ന് അറിയാവുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പയോടും ഉമ്മയോടും സംസാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല പുറത്ത് വേറെ എൻ്റെ കൂട്ടുകാരൻ്റെ ഉപ്പയോടും ഉമ്മയോടും. മനസ്സിലായില്ലേ? എനിക്ക് എന്നെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും, അതിനെക്കാട്ടി ഇരട്ടി എന്നെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മളിലുണ്ട് ഈ തത്തമസി എന്ന് പറയുന്ന പോലെയാണ്, നമ്മളുണ്ട് ഈ ദൈവമുണ്ട്, പിശാചുണ്ട്. നമ്മളത് ആവശ്യത്തിന് മാത്രം എടുത്ത് വിളമ്പത്തുന്നുള്ളതുണ്ട്. ഞാനെഴുതുന്ന കഥാപാത്രങ്ങളെല്ലാം എന്താ വെച്ചാൽ റിയലാണ് ആൾക്കാർ, അല്ല കഥാപാത്രങ്ങൾ റിയൽ ആയിരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. സൽഗുണ സമ്പന്നനൊന്നും ആയിരിക്കത്തില്ല, എല്ലാവരിലും ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട്. അത് ആവശ്യങ്ങൾക്ക് മാത്രമാണ് എടുക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾ മാത്രം എടുക്കുക. പിന്നെ ഇപ്പൊ നീയും ഞാനും കൂടെ ഒരു റൂമിൽ പെട്ടെന്ന് വിചാരിക്കുക, അപ്പോൾ നിന്നെ കൊന്നാൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് നിന്നെ കൊന്നിട്ട് ഞാൻ രക്ഷപ്പെടും. അല്ല, നീ എന്നെ കൊല്ലത്തില്ലെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഫസ്റ്റ് ഞാൻ നിന്നെ കൊല്ലാൻ നോക്കുന്നു. അതൊക്കെ പറച്ചില്ല. ഞാൻ നീ കൂടെ റൂമിൽ കിടന്നു നോക്കാൻ പറയാൻ പറ്റുമോ? ആദ്യം നീ നൈസായിട്ട് എന്നെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ പൊട്ടി ശ്വാസം മുട്ടിച്ചു പോലും. ഇത്രയുള്ളൂ. ഇത് ചുമ്മാണ്. സിനിമയില് ചുമ്മാ നായകനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സർവൈവ് ചെയ്യേണ്ട സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മള് നെഗറ്റീവ് ഷെയ്ഡ് പുറത്തു വരുന്നതാണ്. ഉറപ്പായിട്ടും നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് രക്ഷപ്പെടണമെന്ന് തോന്നുകയാണെങ്കിൽ, എൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. ഇപ്പം നീ ഭയങ്കര സ്നേഹം കാണിക്കുന്നു, നീയും നിന്റെ ഉപ്പയും ഉമ്മയും താമസിക്കുന്ന വീട്ടിൽ തീ പിടന്നെന്ന് വിചാരിക്കുക, നീ പൊള്ളിയാ നീ ആദ്യം ചാടും. ഉറപ്പായിട്ടും നീ ആദ്യം ചാടി രക്ഷപ്പെടും. നിനക്കാണ് ആദ്യം ചാടാൻ പറ്റുന്നത്, നീ ആദ്യം ചാടും. അല്ല, ഞാൻ ചാടി അവരെ രക്ഷപ്പെടാൻ നോക്കത്തേ ഉള്ളൂ. അല്ലാതെ എൻ്റെ മുതുക് പൊള്ളിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നീ അവിടെ നിന്ന് അവരെ എടുക്കാൻ നോക്കില്ല. നീ ആദ്യം നിന്റെ മുതുക് പൊള്ളാതെ നോക്കും. നീ മനസ്സിലായില്ലേ? ശരിയായിരിക്കാം. പെട്ടെന്ന് അങ്ങനെ തന്നെയാണ്. അങ്ങനെ കള്ളം പറയണ്ട, ഒരു മനുഷ്യന് കള്ളം പറയണ്ട. ഞാൻ വെന്ത് മരിച്ചാലും ഞാൻ എൻ്റെ വീട്ടുകാരെ രക്ഷപ്പെടും. ചുമ കള്ളത്ര. ഈ ദീപെന്ന് പറഞ്ഞാൽ ആദ്യം ഓടും. പിന്നീട് കുറെ ആരുടെ ചിന്തിക്കാതെ അതിൻ്റെ അകത്ത് കിടക്കുന്ന എൻ്റെ ഉപ്പ അല്ലെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഓടിക്കളയത്തില്ല. ഇല്ല, അത് രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടേ നടത്തും. നമ്മളെ അവര് രക്ഷപ്പെടുത്തണമല്ലോ, നമ്മള് രക്ഷപ്പെട്ടാണല്ലോ അവരെ രക്ഷപ്പെടുത്താൻ. പിന്നെ അത് നോക്കും. അല്ലാണ്ട് അവരുടെ ഞാനും തീർക്കാന്ന് പറയുന്നത് കിടക്കത്തില്ല. അതുണ്ടാവില്ല. ശരിയാണ് പറഞ്ഞത്. ഓൾമോസ്റ്റ് ആ ഒരു കാര്യത്തിൽ വളരെ കറക്റ്റാണ്. അതുപോലത്തെ ക്യാരക്ടേഴ്സ് ആണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ? അല്ലല്ലേ, നമ്മുടെ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും. അതെ. നായികയോട് കള്ളം പറയാൻ തോന്നിയാൽ നായികയോട് കള്ളം പറയുക, നായികയോട് കള്ളത്തരം കാണിക്കാൻ തോന്നിയാൽ നായികയോട് കള്ളത്തരം കാണിക്കുക. ഈ ഫ്രൈഡേയിൽ ഫഹദ് ഫാസിൽ ഈ പറഞ്ഞ പോലെ മറ്റേ അത് എല്ലാ മനുഷ്യരിലും ഉണ്ട്. ഇപ്പം അവൻ സാമ്പത്തികമായിട്ടൊക്കെ ആ ക്യാരക്ടർ ഭയങ്കര സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ബാലു എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വീട്ടിൽ രാവിലെ ഓട്ടോ ആയിട്ട് ഇറങ്ങുമ്പോൾ പോലും വീടിന്റെ മേളിൽ ഒരു ചക്ക വീണിട്ട് അവന്റെ ആസ്പെറ്റ് ഹൗസ് പൊട്ടിപ്പോയതാ. അപ്പൊ വീട്ടിൽ അത് മേടിക്കണം. ഇനി അത് ഇന്ന് ഓടിയാലേ വാങ്ങാൻ പറ്റും. മാത്രമല്ല അവൻ ഓടിക്കുന്നത് ഒരു വാടക എടുത്തൊരു ഓട്ടോയിലാണ്. അപ്പോൾ ഒരു ഓട്ടോക്കാരനെ സംബന്ധിച്ച് അവന് വാടക കൊടുക്കണം, ഓട്ടോ വാടക കൊടുക്കണം, അതിൽ കൂടെ പെട്രോൾ കാശ് ഉണ്ടാക്കണം, അല്ല ഡീസൽ കാശ് ഉണ്ടാക്കണം, വീട്ടിലെ ചെലവിനുണ്ടാക്കണം, ഒരു നീക്കിയിരിപ്പ് ഉണ്ടാക്കണം. അങ്ങനെ ഇറങ്ങുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. അയാൾക്ക് അയാളുടെ ഓട്ടോക്കകത്തിന്റെ തിരുന്നിട്ട് 10-25 പവൻ സ്വർണം കിട്ടുക എന്ന് പറയുന്നത് ലോട്ടറിയാണ്. പക്ഷെ അയാൾ ചെയ്ത് തെറ്റാണെന്ന് അയാൾ ഡ്രൈവ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അയാൾക്ക് ആ അച്ഛനെയും ആ മക്കളെയും ഒക്കെ അയാൾക്ക് നല്ലവണ്ണം പരിചയമായിരുന്നു. കാരണം ആ ഓട്ടോയിൽ കുറെ യാത്ര ചെയ്തിരുന്നു.
പിന്നെ അയാൾ അത് കൊണ്ട് ഒളിപ്പിച്ച് വീട്ടിൽ വെക്കുന്നു, അത് പിന്നീട് എടുക്കുക വെക്കുന്നു. വെച്ചിട്ട് ഒരു തൃപ്തി കിട്ടണില്ല. വെച്ചിട്ടും അയാൾ തിരിച്ച് വീണ്ടും വന്ന് ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഓട്ടോക്കാരായ സുഹൃത്തുക്കളാ പറയുന്നത്, അവിടെ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ വന്നിരുന്നു, നാളെ വാല കായലിലോ കുളത്തിലോ അല്ലെങ്കിൽ ഒരു കയറിലോ അയാൾ തീരും, കാരണം അയാൾ എത്രയും കഷ്ടപ്പെട്ട് വളർത്തിയാന്ന് പറയുന്നത് അവന്റെ ഒരു പെയിനാ. അപ്പൊ ഞാനോ നീയോ നമ്മളെല്ലാരും ഒരു കള്ളത്തരം കാണിക്കുമായിരിക്കും. ആ കള്ളത്തരം കാണിക്കുന്ന ഒരുപക്ഷെ നമ്മുടെ അപ്പുറത്തുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിരിക്കും. നമ്മൾ എത്ര കള്ളത്തരം കാണിച്ചാലും നമ്മൾ റിഗ്രറ്റ് ചെയ്യും, നമ്മളത് വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ നമ്മളിലുണ്ടാവും. അത് മോശമായി പോയല്ലോ, അത് നമ്മൾ ചെയ്തത് തെറ്റാണല്ലോ എന്നുള്ളൊരു വീണ്ടും വിചാരം വരുമ്പോൾ അത് തിരിച്ചത് പരിഹരിക്കപ്പെടുക എന്നുള്ളതും കൂടെ കുത്തലുണ്ടാവും. അത് പരിഹരിക്കപ്പെടണം. അല്ല പിന്നെ നമ്മൾ ഭയങ്കര ക്രിമിനൽ ആയിരിക്കണം. എന്ത് പറ്റുമോ ഒന്നുമില്ല, ഇതത്ര നമ്മൾ കണ്ടാണെന്ന് വിചാരിച്ച് പോവാം. പക്ഷെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലല്ലോ. അല്ല. അതാ ഞാൻ പറഞ്ഞ റിയൽ ആയിട്ടുള്ള മനുഷ്യരാണ് എല്ലാരും എടുക്കുന്ന പോലെ തന്നെ. അതുപോലെ തന്നെ ഈ 1000 ബേബീസിൽ സാറാമ്മച്ചിന്റെ ക്യാരക്ടർ ഭയങ്കര ക്രൂരായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് കാണിച്ചത്. അതിനൊരു നല്ല വശമൊന്നുമില്ല. സാറാമ്മച്ചി സൈക്കോ പേഷ്യന്റ് ആണ്. സാറാമ്മച്ചിയുടെ ലൈഫ് അങ്ങനെയാണ്. അപ്പം ഞാനാണെങ്കിലും നീ ആണെങ്കിലും നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചിട്ട് ഒരു സമയം വരുമ്പോൾ അവരെല്ലാവരും തള്ളിപ്പറഞ്ഞിട്ട് അവരവരെ വഴിക്ക് പോകുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുകയും നമ്മളൊരു കുടുംബ ജീവിതത്തിലേക്ക് ശ്രമിക്കുമ്പോൾ നമ്മളെ കൊണ്ടത് സാധിക്കാണ്ട് വരികയും. സാറാമ്മച്ചി ക്രൈം ചെയ്യാനുള്ള മെയിൻ കാര്യം സാറാമ്മച്ചിക്ക് പ്രസവിക്കാനൊക്കത്തില്ല, സാറാമ്മച്ചിക്ക് ജീവിതത്തിൽ ഗർഭിണിയാകാനൊക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ഇട്ടിട്ട് പോവാണ്. അയാൾ പാരമ്പര്യത്തിലേക്ക് വിശ്വസിക്കുന്ന ഒരാൾ. അയാൾക്ക് അയാളുടെ തലമുറ വേണമെന്ന് ആഗ്രഹിച്ചാണ് അയാൾ സാറാമ്മച്ചിയെ കല്യാണം കഴിയുന്നത്. അയാൾ കല്യാണം കഴിച്ച് തിരിച്ചറിയുന്ന ഇവർക്ക് പ്രസവിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് അവിടെ പാരമ്പര്യം നിലനിർത്തണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി സാറാമ്മച്ചിയെ വേണ്ടാന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുന്നു. അവർ ജോലി ചെയ്യുന്നത് ഇതേപോലൊരു ഹോസ്പിറ്റലും അതും ഈ പറയുന്ന പോലെ ലേബർ റൂമിൽ ഒരു ഹെഡ് നേഴ്സാണ്. അവർ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് തനിക്ക് പറ്റാത്തത് മറ്റുള്ള സ്ത്രീകളിൽ ഇങ്ങനെ നേടിയെടുക്കുക. അവർക്ക് അവിടെ കിട്ടുന്ന ഒരു ആദരവുണ്ട്. അവർ കൊടുക്കുന്ന കുട്ടികളെ പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ആ കുട്ടികളെ ഏറ്റെടുക്കുന്ന കുടുംബക്കാരുടെ ഒരു സന്തോഷമുണ്ട്. ഇത് കുറെ കഴിയുമ്പോൾ ഇവർക്ക് അതിനോട് ഒരു ഭയങ്കര വൈരാഗ്യമാണ്. എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ളൊരു തോന്നലുണ്ടാവും. ആ മൊമെന്റ്സ് ആണ്. ആ മൊമെന്റ്സിൽ നിന്ന് അവർ ആദ്യമായിട്ട് ഒരു ക്രൈം ചെയ്ത് തുടങ്ങുന്നത്. പിന്നെ പക്ഷെ 1000 ബേബീസ് എന്ന് പറയുന്ന സീരീസിനെ എല്ലാവരും സാറാമ്മച്ചി ചെയ്ത ക്രൈമിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ക്രൈമിൻ്റെ കൂടെ സാറാമ്മച്ചിക്ക് ഒരു പ്രത്യേകത കൂടെ, ഞാനത് ഷൂട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഞാനത് എഴുതുമ്പോഴോ ഞാൻ ആ ക്യാരക്ടർ ഉണ്ടാകുമ്പോഴോ എൻ്റെ മനസ്സിലതുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതിതാണ് സാറാമ്മച്ചി ചെയ്തത് ക്രൈം മാത്രമല്ല, സാറാമ്മച്ചി ചെയ്ത ഒരു റെവല്യൂഷൻ കൂടെ ഉണ്ട്. ഇവിടെ മതം എന്ന് പറയുന്ന സാധനം ഒന്നുമില്ല എന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്ന സമൂഹത്തിനോടുള്ള ഒരു വെല്ലുവിളിയും കൂടെ സാറാമ്മച്ചി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെന്തോ മലയാളത്തിൽ അല്ലെ ലോകത്ത് ആരും 1000 ബേബീസ് കണ്ടവരാരും അതിനെപ്പറ്റി എവിടെ എഴുതി കണ്ടില്ല. ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ആരെങ്കിലും അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുന്നു, എവിടെയും ഞാൻ കണ്ടില്ല. എൻ്റെ മനസ്സിലുള്ളത് അതും കൂടെ ഉണ്ടായിരുന്നു. കാരണം സാറാമ്മച്ചി ചെയ്യുന്ന ഒരു റെവല്യൂഷൻ കൂടെ ഉണ്ട്. കാരണം മതം ഇവിടെ ഒന്നുമല്ല എന്ന് പറയുന്നുണ്ട്. സാറാമ്മച്ചി ഹിന്ദുവായി ജനിച്ചവന് കുട്ടിയെ എടുത്തിട്ട് മുസ്ലിം ആക്കുന്നു, മുസ്ലിമായിട്ട് ജനിച്ച കുട്ടിയെ എടുത്ത് ഹിന്ദു ആക്കുന്നു, അതുപോലെ തന്നെ ഹിന്ദുവായിട്ട് ജനിച്ച ആളെ ക്രിസ്ത്യാനിയാക്കുന്നു. അപ്പം അവരത് ആ ജനിച്ച എന്ന് പറയുന്ന പ്രൗഡിൽ വളർന്ന മതത്തിന്റെ പേരിൽ ആൾക്കാരെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്കത് അറിയില്ലല്ലോ അവർ ഏത് മതത്തിലാണ് ജനിച്ചതെന്ന്. അപ്പം അതൊക്കെ തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു പാരലൽ ഉണ്ടായിരുന്നു അതിന്. പക്ഷെ എല്ലാവരും അതിന്റെ ഈ വരികൾക്കിടയിൽ വായന എന്ന് പറഞ്ഞ പോലെ എല്ലാവരും അത് വായിച്ചില്ല. അതിന് പകരം സാറാമ്മച്ചിയുടെ ക്രൈം മാത്രം വായിച്ചു. വരികൾക്കിടയിൽ കൃത്യമായി എഴുതിയിരുന്നത് സാറാമ്മച്ചിയുടെ റെവല്യൂഷൻ ആയിരുന്നു. ഇക്ക എല്ലാത്തിനും രാഷ്ട്രീയം ഇക്ക ഫോളോ ചെയ്യുന്ന രാഷ്ട്രീയം എന്താണ്? അങ്ങനെയല്ലേ, നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരാൾക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധം ഉണ്ടാകണം, കൃത്യമായ രാഷ്ട്രീയം ഉണ്ടാകണം. അപ്പം നമുക്ക് ശരിക്കും ഞാൻ ഇടതുപക്ഷ സഹയാത്രികനാണ്. എനിക്ക് ഇടതുപക്ഷത്തിനോടാണ് ചായ്വ്. കമ്മ്യൂണിസത്തിനോട് ചായ്വ്. ക്രൈസ്റ്റ് പറയുന്ന ഒരു കമ്മ്യൂണിസം ഉണ്ട്, മുഹമ്മദ് നബി പറയുന്ന ഒരു കമ്മ്യൂണിസം ഉണ്ട്, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു പറയുന്ന ഒരു കമ്മ്യൂണിസം ഉണ്ട്, ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസം ഉണ്ട്. അതിലേക്കാണ് നമ്മളെ ആകർഷിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഞാൻ ഇടതുപക്ഷ സഹായിത്രനാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോട് ചായ്വുള്ള ഒരാളാണ്. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ വോട്ട് ചെയ്തത് പക്ഷേ UDF-നാണ്. അതെന്താ കാര്യം വെച്ചാൽ ഈ പ്രസ്ഥാനത്തിനെക്കാട്ടി വലുതായിട്ട് ആൾക്കാർ വളരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നു. എത്രയും മനോഹരമായ ഒരു പ്രസ്ഥാനമാണ്. മനസ്സിലല്ലേ, കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഭയങ്കര പോയിറ്റിക് ആയിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. അത് പാർട്ടി അല്ലാണ്ട്
അല്ല നമ്മളെ കമ്മ്യൂണിസം എന്ന് പറയുന്ന അല്ലാണ്ട് മാറിയിട്ട് വ്യക്തികളിലേക്ക് വരുന്നു, വ്യക്തികളുടെ തീരുമാനങ്ങളിലേക്ക് വരുന്നു. ശരി. അപ്പം രാജാവ് നഗ്നനാണെന്ന് കൃത്യമായിട്ട് വിളിച്ചു പറയാൻ താഴെയുള്ളവർക്ക് പറ്റണം. അതാണ് കമ്മ്യൂണിസം. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് നെഞ്ചു വിരിച്ചെന്ന് മുന്നിൽ നിന്ന് പറയാൻ പറ്റണം. അപ്പോഴാണ് അത് കമ്മ്യൂണിസം ആകുന്നത്. അതെ. അപ്പം ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ ഏറ്റവും മനോഹരമായ ഒരവസ്ഥയാണത്. നമുക്ക് ആരോടും മുഖത്ത് നോക്കി വർത്താനം പറയാം, അല്ലാതെ അദ്ദേഹം രാജാവായി മാറും. അതെ, മനസ്സിലായി. ഇപ്പം നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നിങ്ങളിപ്പം മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ രാജ്യങ്ങളും എന്തുകൊണ്ടാണ് അവർ ഭയങ്കര സമ്പന്നരാകുക എന്ന് പറയുന്നത്, നമ്മൾ അവരുടെ സമ്പന്നതയിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രമേ കാണത്തുള്ളൂ. അതെ, അടിച്ചമർത്തപ്പെട്ട ആൾക്കാർ അവിടെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരെല്ലാരും സമ്പന്നരൊന്നും അല്ല. നമ്മൾ പുറത്ത് കാണുന്നതാണ് സമ്പന്നതയുടെ ഈ പറയുന്ന ഈ വലിയ മണിമാളിക ഗോപുരങ്ങളൊക്കെ. പക്ഷെ അവിടെ അടിച്ചമർത്തപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരെ പുറത്ത് കൊണ്ടുവരത്തില്ല. കാരണം അധികാരവർഗ്ഗങ്ങൾ അങ്ങനെയാണ്. അവിടെ ഇപ്പോഴും രാജാവാണ് ഭരിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. ആ രാജ്യത്ത് നമ്മൾ ആരെയും ചോദ്യം ചെയ്യപ്പെടാം. ഉറപ്പായിട്ടും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരല്ല, അത് നമുക്ക് ചോദ്യം ചെയ്യപ്പെടാം. അപ്പം ഇനിയും ഒരു ഭരണം വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇത്രയും മനോഹരമായ കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടാകും ഈ നാട്ടിൽ നിന്ന്. അതിവിടെ വേണം, നിലനിൽക്കണം. അതിന് ഈ പ്രാവശ്യം ഇടതുപക്ഷം തോറ്റേ പറ്റൂ എന്ന് വിചാരിച്ച കുറെ ഇടതുപക്ഷ സഹായത്തിലുള്ള ഒരാളാണ് ഞാൻ. കാരണം ഇടതുപക്ഷം എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയിരിക്കുന്ന ഒരു പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ്. ചോദ്യം ചെയ്യാൻ ആള് വേണം. ഉറപ്പായിട്ടും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടത് ഒരു വലതുപക്ഷത്തിൻ്റെ എല്ലാ ഒരു 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 രൂപവും ഇടതുപക്ഷത്തിന് വരികയും ഈ ഇടതുപക്ഷം നിന്ന് തർക്കിക്കുന്ന പോലെ വി ഡി സതീശൻ എന്ന് പറഞ്ഞ ഒരാള് പ്രതിപക്ഷത്തിൽ നിന്ന് എല്ലാ കാര്യത്തിലും ഇടപെട്ടു തർക്കിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഇത്ര ജനസമ്മതി ഉണ്ടായത്. അതെ, കാരണം തെറ്റുകൾ മുഖം നോക്കാതെ ഭയമില്ലാണ്ട് ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ജനങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത്. കാരണം വെച്ചാൽ അയാൾ ഒരു മതത്തിന്റെ പുറകിലും പോയില്ല. ഇല്ല. ഇലക്ഷന് 16 ദിവസം മുമ്പേ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനെ വെല്ലുവിളിച്ച ആളാണ്. അപ്പൊ അതുകൊണ്ടാണ്, അത് ചുമ്മാതൊന്നും അല്ല. ഇവിടെ ഒരു പക്ഷേ UDF ഭരണത്തിൽ വന്നതിൽ ഈ എന്നെ പോലുള്ള ഇടതുപക്ഷത്തിനെ സ്നേഹിച്ചിരുന്ന ഒരുപാട് പേര് വോട്ട് ചെയ്തു. പയ്യന്നൂരാണെങ്കിലും കണ്ണൂരാണെങ്കിലും തളിപ്പറമ്പിലാണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും. ഇപ്പം ഞാൻ ആലപ്പുഴക്കാരനാണ്. ജി സുധാകരൻ്റെ നാട്ടിലാണ്. ജി സുധാകരൻ ഇടതുപക്ഷത്തിനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച ഒരു മനുഷ്യനാണ്. അയാൾ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു എന്ന് പറയുന്നത് ആലപ്പുഴക്കാരനായ ഒരാൾ, ഞങ്ങളെ പോലുള്ള ആൾക്ക് സഹിക്കാനൊക്കില്ല. കാരണം വെച്ചാൽ എന്റെ കുഞ്ഞനാള് മുതലേ കാണുന്ന ഒരു വലിയ സഖാവാണ് പിന്നെ ജി സുധാകരൻ. കാരണം എന്താടാന്ന് ചോദിച്ചാൽ മുണ്ടു മടക്കി തിരിച്ചും എന്താടാന്ന് ചോദിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചൊരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹം. അതുപോലെ VS ഇവരെ പോലെ ആൾക്കാരൊക്കെ കമ്മ്യൂണിസത്തിന് ആവശ്യമാണ്. അവരൊന്നും പോകാൻ പാടില്ല, അവർക്ക് വീണ്ടും ഇവിടെ ഉണ്ടാകണം എന്ന് ഇടതുപക്ഷത്തിലെ ആൾക്കാർ ആഗ്രഹിച്ചില്ല. പക്ഷെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് UDF ആഗ്രഹിച്ചു. അതെ, അതുകൊണ്ട് ജി സുധാകരൻ ഇത്രയും വോട്ട് കിട്ടി ജയിച്ചു. സുധാകരനെ പോലത്തെ ഒരാള് എന്തായാലും ഏത് പാർട്ടിയിൽ നിന്നാലും ജയിക്കും. അത്രയും വ്യക്തിത്വമുള്ള ആണല്ലോ. പിന്നെ നമ്മൾ ആലപ്പുഴക്കാർക്ക് ഏറ്റവും പ്രത്യേകിച്ച് അയാൾ ഒരിക്കലും കറപ്റ്റഡ് അല്ല എന്നുള്ളതാണ്. അതാണ് സാധാരണക്കാരോട്. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ സിക്രി ബസാർ എന്ന് പറയുന്ന സ്ഥലത്ത് മന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം നടന്നു വരുന്നത് വെറുതെ മുണ്ടും മടക്കി കുത്തി റോഡിന്റെ സൈഡിൽ കൂടെ നടന്നു പോവാ. അദ്ദേഹത്തിന് പോലീസോ അല്ലെങ്കിൽ എസ്കോട്ടൊന്നും വേണ്ട. അതിൽ നടന്നു പോയി അവിടെ എല്ലാ ആൾക്കാരുമായിട്ട് സംസാരിക്കും. ഇപ്പം നിങ്ങൾ ഇന്ന് ജി സുധാകരനോട് ഒരു ചെറിയ ക്രിക്കറ്റ് ക്ലബ്ബ് ഉദ്ഘാടനത്തിനാണെന്ന് ഇദ്ദേഹം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് പറഞ്ഞാൽ പോലും അവിടെ വരും. ഒരാട ആഭരണങ്ങളും ഇല്ലാണ്ടാണ് വരിക. പോലീസോ ബന്ധോസോ ഒന്നും ഇല്ലാണ്ട് പുള്ളി. അതാണ് കമ്മ്യൂണിസ്റ്റ്. അങ്ങനെ താഴെ തട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് നമുക്ക് അയാളോട് സംസാരിക്കാൻ പറ്റണം. സഖാവ് എവിടെ പോയിരുന്നു ചോദിച്ചാൽ തിരിഞ്ഞു. പക്ഷെ മുഷുണ്ടിയൊക്കെ ഉണ്ടാകും. അത് പ്രായത്തിൻ്റെയാണ്, നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ ഉപ്പമാരൊക്കെ പ്രായമാകുമ്പം അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ ചിലപ്പം റിയാക്ട് ചെയ്തെന്നൊക്കെ ഇരിക്കും. പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടൊന്നും അല്ല. നമ്മൾ അയാളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ബേസ് ചെയ്താണ്. അതെ. നാട് എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? എടാ, ഒരു എഴുത്തുകാരൻ ഏറ്റവും ഒരു ഫിലിം മേക്കറിനെ കാട്ടി ഭയങ്കര രസമുള്ള പരിപാടി അവൻ ഒരു എഴുത്തുകാരനാകുക. അത് കഴിഞ്ഞിട്ട് ഫിലിം മേക്കറാകും. ഓക്കെ. ഈ എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ ഗുണം അവനെ എഴുത്തുകാരനാക്കുന്നത് അവൻ്റെ നാടും അവൻ്റെ പരിസ്ഥിതിയും അവൻ ജനിച്ചു വളർന്ന ജീവിത സാഹചര്യങ്ങളൊക്കെയാണ്. അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ഇരുന്ന് സംസാരിക്കുന്നതായിരിക്കത്തില്ല എൻ്റെ മക്കളുടെ തലമുറ. അവർക്ക് അവരുടേതായ എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷെ നാടെന്നും നമ്മളെ വല്ലാണ്ട്
നമ്മൾ അടുപ്പിച്ച് നിർത്തും. ഞാൻ ഏത് കഥ ഉണ്ടാക്കണമെങ്കിലും അല്ലെങ്കിൽ ഏത് കഥ ഉണ്ടാക്കിയാലും എനിക്ക് നാട്ടിലെ ഞാൻ കണ്ടു മറന്ന കഥാപാത്രങ്ങൾ, ഞാൻ കണ്ടു മറന്ന ചെറിയ ഇൻസിഡൻസിൽ നിന്നൊക്കെ ഞാൻ കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ എന്നെ വല്ലാണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആലപ്പുഴക്കാരനാണെങ്കിലും എൻ്റെ മനസ്സെപ്പോഴും കുട്ടനാട്ടിലെ കഥകളോടും കുട്ടനാടിൻ്റെ ജീവിതത്തോടും വല്ലാണ്ട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. കാരണം എൻ്റെ ഉമ്മ ശരിക്കും ഒരു അപ്പർ കുട്ടനാട്ടുകാരിയാണ്. കഞ്ഞിപ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്നൊരു ഉമ്മയാണ്. അതുണ്ടായിരിക്കും. എൻ്റെ വല്യുപ്പ കഞ്ഞിപ്പാടംകാരനാണ്. അതൊരു അപ്പർ കുട്ടനാടാണ്. അതൊക്കെ എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കുന്നുണ്ട്. എഴുത്തിലൊക്കെ ഉമ്മ പറഞ്ഞു തരുന്ന കഥകൾ, അല്ല ഉമ്മയുടെ കുഞ്ഞനാളിലെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് കിട്ടും. എന്ത് മനോഹരമായിരിക്കും. ഈ അവർ പറയുന്ന കഥകളിൽ എല്ലാവരും എപ്പോഴും എത്ര സമ്പത്തുള്ള വീട്ടിലെയും പട്ടിണിയുടെ കഥകളിൽ പറയും. അവരെ കഥകളിൽ ഇങ്ങനെ പട്ടിണി എന്ന് പറയുന്ന സാധനം എപ്പോഴും ഒരു വലിയ ക്യാരക്ടറായിട്ടുണ്ടാവും. ഒരുപക്ഷെ ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേർക്ക് പട്ടിണി എന്ന് പറയുന്ന സാധനം എന്തുകൊണ്ടാണ് ഇവരിത്ര മണ്ടന്മാരാണെന്നൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷെ അത് അങ്ങനെ ആയിരുന്നു അന്ന്. കാരണം പണ്ട് എന്ന് പറയണ്ട, 80s കാര്യങ്ങൾ നിങ്ങൾ 90s നമ്മൾ ഒരുപാടൊന്നും കൂടി ഒന്ന് 20 കൊല്ലം 25 കൊല്ലത്തിൻ്റെ മുമ്പുള്ളൊരു കേരളമല്ല ഇന്ന് കാണുന്ന കേരളം. 25 കൊല്ലം മുമ്പുള്ളൊരു കേരളം, അല്ലെ ഒരു 30-35 കൊല്ലം മുമ്പുള്ളൊരു കേരളം എന്ന് പറയുന്നത് ദാരിദ്ര്യം ഉണ്ടായിരുന്ന കേരളമാണ്. ഒരു നേരം വീട്ടിൽ ആഹാരം ഉണ്ടാക്കിയിരുന്ന കേരളമാണ്. രാത്രി മാത്രം സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന കേരളമാണ്. എന്നുവെച്ചാൽ കൂലിപ്പണി ചെയ്ത് വീട്ടിലെ ഉപ്പയും ഉമ്മയൊക്കെ കൂലിപ്പണി ചെയ്തിട്ട് വന്നിട്ട് വൈകുന്നേരം ആ കാശ് കൊണ്ടുപോയി പലചരക്ക് വാങ്ങുക, മീൻ വാങ്ങുക, രാത്രി ആഹാരം വെച്ച് 12 മണിക്കും 10 മണിക്കൊക്കെ ആഹാരം കഴിച്ച് കിടന്നുറങ്ങി ഒരു പാരമ്പര്യമുള്ള ആൾക്കാരാണ് നമ്മൾ. വലിയ മാറ്റങ്ങൾ 10-35 കൊല്ലം കൊണ്ടായിരുന്നു കേരളത്തിൽ ഇത്രയും വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. ഈ ഫുഡ് വേസ്റ്റ് എന്ന് പറഞ്ഞൊരു കൾച്ചർ ഉണ്ടായത് ഒരു 10-35 കൊല്ലത്തിന് ഇപ്പുറത്താണ്. ഇപ്പം ആ കാലത്ത് ഫുഡ് വേസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. കാരണം വെച്ചാൽ ഒരു വലിയ കല്യാണ വീട്ടിൽ വേണം കോഴിക്കോ കാക്കയ്ക്കോ പട്ടിക്കൊക്കെ എന്തെങ്കിലും ആഹാരം കഴിക്കാൻ കിട്ടാൻ. കാരണം വെച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഉമ്മ മീൻ വെട്ടാൻ വേണ്ടി ഇരുന്ന് വിച്ചാത്തി എടുത്തിട്ട് മൺചട്ടിയുടെ സൈഡിൽ ഇങ്ങനെ ഉറക്കുമ്പോൾ എവിടെന്നോ ഇല്ലാത്ത കാക്കയും എവിടെ ഇല്ലാത്ത കോഴിയും പൂച്ചയും പട്ടിയൊക്കെ ഉമ്മയുടെ ചുറ്റിനും ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇന്ന് അങ്ങനെ ഒരു പരിപാടിയില്ല. കാരണം അന്ന് അതുങ്ങൾക്ക് കഴിക്കാൻ ആഹാരം കുറവായിരുന്നു. ഇന്ന് ഫുഡ് വേസ്റ്റ് ആണ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ആഹാരത്തിന്റെ 40% നിങ്ങൾ കളയാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. 60% പോലും നിങ്ങൾ കഴിക്കുന്നില്ല എന്നുള്ളതാണ്. വേണ്ടെങ്കിൽ ഉണ്ടാക്കി 40% നിങ്ങൾ കളയാണ്. കേരളത്തിലെ ഫുഡ് വേസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ അപ്പുറത്താണ്. ഒരു ദിവസം നിങ്ങളൊരു കൊച്ചിയിലൊരു ഫുഡ് വേസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ദിവസത്തെ ഫുഡ് വേസ്റ്റ് നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. അത്രയാണ്. അതിനായിട്ട് കമ്പനികളാണ് ഫുഡ് വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് ഓരോരോ കമ്പനികളില്ല. അന്ന് അപ്പം ഞാൻ കഥകൾ എഴുതുന്ന കാലഘട്ടത്തിൽ അല്ലെ സിനിമ ആഗ്രഹിക്കുന്ന കാലഘട്ടത്തിൽ ധാരാളം വായിച്ചിട്ടുണ്ട്. ലൈബ്രറിയിലൊക്കെ പോയിരുന്നു. ബുക്ക് അവിടെ നിന്ന് എഴുതി മേടിച്ചിട്ട് ഒരു ബുക്ക് വായിച്ച് തിരിച്ചു കൊണ്ട് കൊടുത്താൽ അടുത്ത ബുക്ക് തരത്തുള്ളൂ. അങ്ങനെ ലൈബ്രറിയിൽ ഇരുന്ന് വായിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തുന്നത്. അപ്പം നേരത്തെ ചോദിച്ചതിലേക്ക് വരാം. എഴുത്തിൽ ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എൻ്റെ നാട്, കുട്ടനാടാണെങ്കിലും. പിന്നെ ഈ എഴുത്തുകാർക്ക് ഇപ്പോഴായാലും പണ്ടായാലും നമുക്ക് എഴുതുമ്പോൾ ഒരു തടസ്സം, ഒരു ബ്ലോക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ബ്ലോക്കുകൾ മാനസികമായിട്ടൊക്കെ ഒരു പിന്നെ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ പറയൂലേ, അതെങ്ങനെയാണ്? അതെന്തിലാണ്? സ്ക്രിപ്റ്റ് എഴുതുമ്പോഴാണോ കഥ എഴുതുമ്പോഴാണോ? കഥ എഴുതുമ്പോൾ അതിന്റെ ഫ്ലോയിൽ ചിലപ്പോൾ വരുമായിരിക്കും. നമുക്ക് എപ്പോഴും പാട് സ്ക്രീൻ പ്ലേ എഴുതുമ്പോഴായിരിക്കും. അതൊരു ചട്ടക്കൂടിൽ നിന്ന് എഴുതേണ്ടതാണ്. നീ ഒരു നോവൽ എഴുതുന്ന പോകുന്ന പോലെ അല്ലെങ്കിൽ നീ ഒരു ചെറുകഥ എഴുതുന്ന പോലെ അല്ല സ്ക്രീൻ പ്ലേ കൃത്യമായ അജണ്ടകളുണ്ട് സ്ക്രീൻ പ്ലേക്ക്. കാരണം ഇത് ഇത്ര മണിക്കൂർ മേളിൽ പോകാൻ പാടില്ല, ഈ സിനിമ ഈ ഒരു സീൻ ഇത്ര മിനിറ്റിൽ മേളിൽ പോകാൻ പാടില്ല, അത് ലാഗ് വരാൻ പാടില്ല, ഇവിടെ കൃത്യമായ ഒരു കട്ട് പോയിന്റ് ഉണ്ടായിരിക്കണം, ഇതിൽ ആരാണ് ലീഡ് ചെയ്യുന്നത് അയാളെ ലീഡ് ചെയ്ത് ഡയലോഗ്സ് എഴുതണം, അയാളെ ബൂസ്റ്റ് ചെയ്ത് വേണം ഡയലോഗ്സ് എഴുതുന്നുണ്ട്, സബ് ക്യാരക്ടർ അയാൾക്ക് താഴെ ആകാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നതാണ് സ്ക്രീൻ പ്ലേയുടെ പ്രശ്നം. നിങ്ങൾ നോവലോ ചെറുകഥകളോ എഴുതുമ്പം ഈ ഒരു പ്രശ്നമേ ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വരുന്ന പോലെ എഴുതി വെക്കാൻ പറ്റും. ചിലപ്പോൾ അതിൻ്റെ അകത്ത് ലീഡ് ചെയ്യുന്ന നായകനെക്കാട്ട് നല്ല കഥാപാത്രങ്ങളായിരിക്കും ചിലപ്പം അതിൻ്റെ അകത്ത് സബ്ബായിട്ട് വന്ന ക്യാരക്ടറുകൾ. സ്ക്രീൻ പ്ലേ എഴുതുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം സ്ക്രീൻ പ്ലേ എഴുതുന്ന സമയത്ത് റൈറ്റേഴ്സ് ബ്ലോക്ക് ഉണ്ടായാൽ നമ്മളതിന് ലീവ് ചെയ്യുക, വിട്ട് കളയുക.
ഓ, അതിന് വേണ്ടി പിന്നെ ശ്രമിക്കുക ചെയ്യരുത്. ശ്രമിക്കരുത്. ഞാൻ ഇപ്പോൾ ഈ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്നത് ഇഷ്ടപ്പെടാൻ അത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു സ്വസ്ഥമായ ഒരു സ്ഥലത്ത് പോയിരുന്ന് എഴുതിയാലൊന്നും എഴുത്ത് വരുത്തുന്നു. എനിക്ക് ഒരുപാട് തിരക്കിൻ്റെ ഇടയിൽ നിന്ന് വേണം എഴുതാൻ. അല്ലാണ്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്ന് എഴുതാൻ അത് നടക്കില്ല. കാരണം എനിക്ക് ഭയങ്കര വീർപ്പുമുട്ടല്ല. എനിക്ക് എപ്പോഴും ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ എഴുതുന്നതിൻ്റെ സമയത്തായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ മീൻ മാർക്കറ്റിൽ പോവുക, പച്ചക്കറി മാർക്കറ്റിൽ പോവുക, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ പോയി ചുമ്മാ ഇരിക്കുക. ഞാൻ പലപ്പോഴും ബസ് സ്റ്റോപ്പിലൊക്കെ പോയി ഇരിക്കാറുണ്ട്. എഴുതുന്ന എവിടെയാണ് അതിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ പോയി ചെറിയ തട്ടുകട പോയി ചായ കുടിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുക്കാങ്കടയുടെ വായി പോയി വെറുതെ ചുമ്മാ ഇരിക്കണം, അവിടുത്തെ ആളുമായിട്ട് സംസാരിച്ചിരിക്കണം. ഒബ്സർവേഷൻ അല്ല, അത് നമുക്ക് റിലീഫാണ്. ആൾക്കാരെ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒച്ചയും ബഹളവും മാർക്കറ്റിൻ്റെ അകത്തൂടെയൊക്കെ നടക്കുക, മീൻ മാർക്കറ്റിൽ പോയി അവരോട്ട് കുറച്ച് നേരം നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് റിലീഫാണ്. അപ്പം നമ്മളത് എന്നിട്ട് പിന്നെ രണ്ടാമത് വന്നിരുന്നിട്ട് നമ്മളത് വീണ്ടും കൂടെ ഒന്ന് വായിച്ചു തുടങ്ങണം. അപ്പോൾ വായിച്ചു തുടങ്ങുമ്പോൾ ചിലപ്പം അവിടെ നിന്ന് അടുത്തൊരു പരിപാടി കിട്ടും. അല്ലാണ്ട് ഇത് എഴുതി തീർത്തു എന്ന് പറഞ്ഞിട്ട് ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് ഉണ്ടായിട്ട് അതിൻ്റെ അകത്ത് മുറി മാറി കുത്തിയിരുന്ന് അത് കിട്ടണമെന്ന് പറഞ്ഞിരുന്നാൽ അത് വർക്കൗട്ട് അല്ലത്. ചിലപ്പോൾ അത് നാച്ചുറലി വരില്ല. അത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ എഴുതും, എന്നെ ശല്യപ്പെടുത്തരുത്, നീ ഇത് എന്നെ ഒരാഴ്ചത്തേക്ക് വിളിക്കണ്ട. നമ്മൾ വിചാരിക്കും എഴുതണം, അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതണം. അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരു പരിപാടിയൊന്നുമില്ല. ഞാൻ ആര് വിളിച്ചാലും ഫോൺ എടുക്കും, സംസാരിക്കും. 24 മണിക്കൂർ എഴുതാനൊന്നും പറ്റൂല. ഞാൻ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് 2 മണിക്കൂറൊക്കെ എഴുതുക. അതായിരിക്കും ചിലപ്പോൾ എഴുത്താൻ നിൽക്കുക. 3 മണിക്കൂർ. പിന്നെ ഇങ്ങനെ മൈൻഡിലിട്ട് വർക്ക് ചെയ്യുമല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. നമ്മൾ യാത്രയിൽ നടക്കും, ഇരിപ്പ്, ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും മനസ്സിലിട്ട്. അതൊരു ആദ്യം അന്ത്യാദ്യം എന്ന് പറയുന്ന സാധനമുണ്ട്. തുടക്കം, നടു, ഒടുക്കം എന്ന് പറയുന്ന സാധനം കിട്ടുന്നവരെ നമ്മുടെ മനസ്സിലിട്ട് ഇങ്ങനെ ചിന്തിച്ച് എൻ്റെ വരായി കഴിയുമ്പോഴേ പിന്നെ പേപ്പറിൽ മാത്രം എഴുതാനിരിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലുണ്ടത്. അതിന്റെ ഓർഡറിങ് ഉണ്ടാവും. ചിലപ്പോൾ അത് നന്നാകത്തേ ഉള്ളായിരിക്കും. പിന്നീട് ആലോചിച്ചെടുക്കുമ്പോൾ നമുക്ക് സെയിം ആയിട്ട് നമുക്ക് തോന്നുന്നൊരു തോട്ട് വേറൊരാൾക്ക് തോന്നൂലേ? പിന്നെ ഉറപ്പായിട്ടും തോന്നും. അങ്ങനെ എന്തെങ്കിലും ഒരുപാടുണ്ടല്ലോ, ഒരുപാട് വേൾഡ് ക്ലാസിക് സിനിമകളൊക്കെ ഉണ്ട്. നമ്മളിവിടെ ആലോചിക്കാത്തൊരു സാധനം. ഇതെന്താ പ്രശ്നം വെച്ചാൽ ഈ സിനിമ കഥകളും എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഇതൊരു രാഗം പോലെയാണ് സിനിമ. ചിലപ്പോൾ ഇന്നാള് ഉണ്ടാക്കിയ ഒരു രാഗത്തിൽ ഉണ്ടാക്കിയ ഒരു പാട്ട് നമുക്ക് വേറൊരു രാഗത്തിൽ വേറൊരാളുണ്ടാക്കുമ്പോൾ സിമിലാരിറ്റി വരും. ആ രാഗത്തിന്റെ പ്രത്യേകതയാണ്. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കോപ്പി അടിച്ചതല്ലത് അല്ല, മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. കഥകളും തോട്ടുകളൊക്കെ എല്ലാവർക്കും പല സ്ഥലത്തും പലർക്കും ഉണ്ടാകും. ശരിയാ, അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ വന്നിട്ടുണ്ട് ഒരുപാടില്ലേ. നമുക്ക് തന്നെ എത്ര സിനിമകളുണ്ട് ഇവിടെ. ബേസിക് ഒരു തോട്ടേ ഉണ്ടാവുള്ളൂ. ഒരു സിനിമയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അങ്ങനെയാണ്. സിനിമയ്ക്ക് വേണ്ടി, നോവലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതുമ്പോൾ സിനിമയെ നമ്മൾ ABCD എന്ന് പറഞ്ഞ് 4ആയിട്ട് ഒരു കോളം തിരിക്കുക. A എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ കോളം, B എന്ന് പറഞ്ഞ രണ്ടാമത്തെ കോളം, C എന്നൊരു കോളം, D എന്നൊരു കോളം. എന്നിട്ട് ഈ AB കഴിയുമ്പോൾ നടുക്കൊരു വരയിടുക. പിന്നെ Cയും Dയും ആണ്. ഈ നടുക്ക് വരയിട്ടതായിരിക്കും ഇന്റർവെല്. ഓക്കെ, Aയിൽ എന്താണ്, Bയിൽ എന്താണ്, Cയിൽ എന്താണ്, Dയിൽ എന്താണ്. ഇപ്പൊ Aയിൽ വരേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന നായകന്റെ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും, നായികയുടെ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും, നായകന്റെ അറ്റ്മോസ്ഫിയർ ആയിരിക്കും A എന്ന് പറയുന്ന സാധനം. ഇവിടെ നിന്ന് Bയിലേക്ക് കയറുമ്പോൾ നായകന് പ്രശ്നങ്ങൾ ഉണ്ടാകണം, അല്ലെങ്കിൽ നായകൻ ഈ കഥയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ Bയിൽ ഉണ്ടാകണം. മനസ്സിലായില്ലേ? ആ Bയുടെ എൻഡ് എന്ന് പറയുന്നത് ഇയാളുടെ ട്രബിളിൽ പെടുകയാണ്. അതാണ് ഇന്റർവെല്. ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് ആൾക്കാരെ കാണിക്കലാണ് C. ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് D. ഇത്രേ ഉള്ളൂ സിനിമയുടെ സ്ക്രീൻ പ്ലേയുടെ ഫോർമാൽ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു വരും. അപ്പൊ ഒരു കഥ ഉണ്ടാക്കുമ്പോൾ ബേസിക്കലി ഇത് തന്നെയായിരിക്കും ഇതിന്റെ സ്ട്രക്ചർ. ഇതിന്റെ അകത്ത് വേറൊരു സ്ട്രക്ചർ ഇല്ല. പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയി തോന്നും. അപ്പൊ ഇപ്പൊ നമുക്ക് വേണം D എന്ന് തുടങ്ങും സിനിമ. D എടുത്ത് Aയിൽ വെക്കാൻ പറ്റും. നായകന്റെ പ്രശ്നം അങ്ങനെ ക്ലൈമാക്സിൽ നിന്ന് വേണം സിനിമ തുടങ്ങാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. അത് ഓരോരുത്തരും അതെങ്ങനെയാണെന്നുള്ളത് മാത്രമാണ്. അതെങ്ങനെയാണ് നമ്മളത് ഈ പറയുന്ന കോളത്തിൽ പെടുത്തുക എന്നുള്ളതാണ്. കോളത്തിൽ പെടുമ്പോഴാണ് അതൊരു നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആകുന്നത്. Bയിലോട്ട് കയറിയ ലാഗ്, Bയിൽ പറയേണ്ട Cയിലോട്ട് വന്ന ലാഗ്, D
ഡി വരെ സമയമായിട്ടും എയും എത്തില്ല, ബിയും എത്തിയില്ല, സിയും എത്തിയില്ല. അത് ഭയങ്കര ഫ്ലോപ്പായിരിക്കും. എങ്ങും എത്താതെ നിൽക്കും കഥ. അതെ. അപ്പൊ അതാണ് ഈ തിരക്കഥ എഴുതുമ്പോഴുള്ള ഒരു പ്രശ്നം. നിങ്ങൾ നോവലുകളോ ചെറുകഥകളോ എഴുതുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇത്ര സമയത്ത് തീർക്കണമെന്നൊന്നുമില്ല. സിനിമക്കൊരു ടൈം ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് എഴുതുക. സിനിമയ്ക്ക് ടൈം മാത്രമല്ല, ബഡ്ജറ്റൊക്കെ ബാധിക്കും. ബഡ്ജറ്റ്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നായകനും നായികയും കൂടി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. ഈ 1000 ബേബീസ് സെക്കൻഡ് പാർട്ട് അടുത്തുണ്ടാവോ? അതുകൊണ്ട് എഴുത്തില്ല, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അറോസ് ഉർഫാനും കൂടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അറോസും കൂടെയാണ് ഞാനും അറോസും കൂടെയാണ് അത് ചെയ്യണത്, ഭാഷണം എഴുതാറ്. അറോസുമായിട്ടൊക്കെ ഇപ്പൊ എങ്ങനെയാണ്? അവൻ എൻ്റെ ബ്രദറാണ്. അറോസ് ഈ ജനറേഷനിലുള്ള ആള് അവന് തൊട്ട് മുമ്പുള്ള ജനറേഷൻ. നല്ലതല്ലേ അത്? നല്ല. എൻ്റെ ഫ്രണ്ട്സുകൾ എല്ലാവരും എന്നെക്കാട്ടി ഒരുപാട് ഇളയ പിള്ളേരാണ്. കാരണം വെച്ചാല് ഞാൻ എൻ്റെ സമപ്രായക്കാരും കൂട്ടില്ല. ഏറ്റവും പുതിയ പിള്ളേരുമായിട്ടാണ് കൂട്ടുകൂടാൻ ശ്രമിക്കുന്നത്. കാരണം വെച്ചാൽ എനിക്ക് പുതിയ അറിവുകളാണ് ഇവർ തരുന്നത്. നിലനിൽക്കണേ പുതിയ അറിവുകൾ ഉണ്ടാകണം. ഞാൻ പഴയ ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ന്യൂ ജനറേഷൻ എല്ലാ കാലത്തും ഞാൻ ന്യൂ ജനറേഷൻ എല്ലാ കാലത്തും അത് നല്ലതാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിനും നല്ലതാണ്. നമ്മൾ പഴയ ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുതിയ പിള്ളേർ പറയുന്ന കാര്യം, അവരുടെയൊക്കെ ലാംഗ്വേജ് ഒക്കെ മാറി. പുതിയ പിള്ളേരെ കൂടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ പിള്ളേരുമായിട്ട് എപ്പോഴും സംബന്ധം ഉണ്ടാകണം. അവരുടെ കാര്യങ്ങൾ അറിയണം. ഇപ്പം നമ്മൾ പണ്ട് പറയാറുണ്ട്, ഇപ്പം നിങ്ങളൊരു കുഞ്ഞിനെ നിങ്ങൾക്ക് താലോലിക്കണം എന്ന് വിചാരിക്കുക. വീട്ടിലൊരു കൊച്ചു മക്കളെ നിനക്ക് കളിപ്പിക്കണമെന്ന് വിചാരിക്കുക. ഒരിക്കലും കുഞ്ഞ് നിന്റെ പ്രായത്തിലേക്ക് കയറി വരില്ല. നമ്മൾ ചെറുതാണോ? നമ്മൾ ആ കുഞ്ഞിന്റെ പ്രായത്തിലേക്ക് ഇറങ്ങി വരണം. അവൻ മുട്ടിലെഴിയുമ്പോൾ നീ നിന്നിട്ട് അവനെ കളിപ്പിച്ചിട്ട് കാര്യമില്ല. അവന്റെ കൂടെ മുട്ടിലെഴണം. അതേപോലെയാണ് നമ്മള്. നീ ഈ കാലഘട്ടത്തിൽ സിനിമ പറയാൻ വരുന്നുണ്ടെങ്കിൽ നീ ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനാണ്. ഞാൻ ഉണ്ടാക്കുന്ന ഒരു സിനിമ ഈ പുതിയ ജനറേഷനിലെ പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു സിനിമ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങണം. അവരെന്താണ് ഇപ്പം സംസാരിക്കുന്നതെന്ന് അറിയണം. അവരേത് മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അറിയണം. അല്ലാതെ ഞാൻ എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ പഠിച്ച കോളേജിൻ്റെ ഒരു സാധനം വെച്ചിട്ട് ഇന്നത്തെ ക്യാമ്പസ് എനിക്ക് എഴുതാനൊക്കെ പറ്റില്ല. അപ്പൊ ഈ രണ്ട് കാലഘട്ടം നമ്മൾ ഈഗോ ക്ലാഷ് ഉണ്ടാവും എങ്ങനെ എഴുതുമ്പോ നമ്മള്? ഇല്ലെന്നേ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഈഗോ എന്ന് പറഞ്ഞ പരിപാടിയൊന്നും ഇല്ല. നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ ചിന്താഗതികളൊക്കെ എടുത്ത് മാറ്റി വെക്കണം. അത് ഇത് ഇങ്ങനെയാണ്. ഇമോഷൻ തന്നെ മാറിയില്ലേ? ഇപ്പൊ നിങ്ങളൊരു ഇപ്പം കാഴ്ചപ്പാട് മാറി, ആൾക്കാരെ കാഴ്ചപ്പാട്, പിള്ളേരെ കാഴ്ചപ്പാട് മാറി. ഇപ്പം നമ്മൾ സീരീസ് ചെയ്യുമ്പോൾ, സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പുതിയ ജനറേഷനിൽ, ഇപ്പൊ നമ്മൾ പറയുന്ന പുതിയ ജനറേഷൻ പറയുന്നത് ഏതൊക്കെയാണ്? ജെൻസി അല്ലേ? പിന്നെ ആൽഫ, ബീറ്റ, ഇനി വരണം ബീറ്റ, ഇപ്പൊ ആൽഫ അല്ലേ? ആൽഫ. ഈ പൂക്കി എന്ന് പറയുന്നത് സംഭവം, പൂക്കി ഇല്ലേ? ഓക്കെ. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു ക്രൈമാണ് ഈ പറയുന്നത്. നമ്മളറിയാതെ നമ്മൾ പെട്ടുപോയ ഒരു ക്രൈമിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുതിയ പിള്ളേർ അതെന്താ വെച്ചാൽ അത് അവരെ കുഴപ്പമല്ല. ആ ക്രൈം എന്ന് പറയുന്നത്, ഞാൻ ആ വേർഡിന് മനോഹരമാക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമാണ്. നമ്മുടെ കാഴ്ചയുടെ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിയെ വല്ലാണ്ട് റീൽസുകൾ ബാധിച്ചു. ഇപ്പം നിനക്കൊരു 5 മിനിറ്റ് ഒരു കാര്യം കേൾക്കാനുള്ള ക്ഷമയില്ലാണ്ടില്ല. നിനക്ക് 2 മിനിറ്റുള്ള ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞത് നിനക്ക് ക്ഷമയില്ലാണ്ടായി. അതിൽ എന്റർടൈൻമെന്റ് ഫാക്ട് ഇല്ലെങ്കിൽ നീ അത് കേൾക്കില്ല. ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു ചെറിയ ഫ്രെയിമിന്റെ അകത്ത്, ഒരു സ്ക്രീനിന്റെ അകത്ത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുക, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് 1 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് കണ്ടന്റ് പറയണം. ആ കണ്ടന്റ് 2 മിനിറ്റിന് മേളിൽ പോയാൽ ലാഗായി. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനെ ഫീഡ് ചെയ്യുക എന്നുള്ളത്, നീ ഇപ്പൊ കാണുന്ന ഒരു വീഡിയോ ഉണ്ട്, 1 മിനിറ്റുള്ള വീഡിയോ, ഒരു ഇമോഷൻ ആയിരിക്കും. ആ ഇമോഷനിൽ ചിലപ്പോൾ ആ 1 മിനിറ്റ് കൊണ്ട് നമ്മുടെ കണ്ണ് നിറയ്ക്കുമായിരിക്കും. നീ അത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു ഭയങ്കരമായിട്ടൊരു കോമഡി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഭയങ്കര കളർഫുൾ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് വരുന്ന വീണ്ടും ഇമോഷൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നിന്നെ ഭയപ്പെടുത്തുന്നതായിരിക്കും. ഇത് ഈ കഴിഞ്ഞ ഒരു 10 മിനിറ്റ് കൊണ്ട്, അല്ലെ ഒരു 10-20 മിനിറ്റ് കൊണ്ട് നീ ഒരു 10-30 സ്ക്രോൾ ചെയ്തിട്ടുണ്ട്. ഈ 20 മിനിറ്റ് കൊണ്ട് നിന്നെ ബ്രെയിനെ ഫീഡ് ചെയ്തത് പല ഇമോഷൻസിനാണ്. ഇത് നീ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ ഇമോഷൻസ് പിള്ളേർക്ക് ഹോൾഡ് ചെയ്യാനൊക്കെ ഉണ്ടാവും. ബ്രെയിൻ ഏത് റീഡ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടാവും. ഏത് ഇമോഷനാണ് ഞാൻ ഹോൾഡ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ടാവും. കാരണം വെച്ചാൽ അത് ഭയങ്കര ഇമോഷനെ ഒന്നും അവർ ബാധിക്കാണ്ടാവും. അതാണ് അവർക്ക് ഇമോഷൻ ഇല്ല എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ അവരെ സെൻസിനെയൊക്കെ ഈ 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് കവർ ചെയ്ത് കളയുക.
എന്ത് പെട്ടെന്ന് ഇതിങ്ങനെ കവർ ചെയ്ത് കളയുന്ന അവര് എല്ലാ കാര്യങ്ങളും അല്ല. ഇപ്പം നിങ്ങളിപ്പം ഇപ്പം എൻ്റെയോ അല്ലെങ്കിൽ നിൻ്റെയോ ജനറേഷനിൽ നമ്മൾ ഒരു ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് വായിക്കുമ്പോൾ 2 ദിവസം കൊണ്ടൊക്കെയാണ് ഒരു ബുക്ക് വായിച്ച് കൊടുക്കുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പിള്ളേർക്ക് ഇല്ല, ഞങ്ങളുടെ ജനറേഷനിൽ പിള്ളേർ വായിച്ച പോലെ ഒരു ബുക്ക് വായിക്കാനുള്ള ക്ഷമയില്ല. നിങ്ങൾ മൊബൈലിൽ പോലും വായിക്കില്ല. നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടൂ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ട് നോക്കൂ, അവർ വായിച്ച് കുറച്ചേ പുല്ല് എന്ന് പറയുന്നത് മാറ്റും. അതാണ് ഫേസ്ബുക്ക് കളവന്മാർക്കുള്ള. ഇപ്പൊ പുതിയ എന്തിന് ഇപ്പൊ OTT പ്ലാറ്റ്ഫോം പോലും പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു വെബ് സീരീസ് ഉണ്ട്. അത് ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം വെബ് സീരീസ് ആണ്. ജിയോ ഹോട്ട്സ്റ്റാർ പോലും ഇപ്പൊ ആ സീരീസിലേക്ക് ഇറങ്ങി. അത് ആദ്യം ഉണ്ടാക്കുന്ന കൊറിയക്കാരനാണ്. അവരാണ് ആ സീരീസ് ഉണ്ടാക്കുന്നത്. 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് ഒരു സീരീസിന്റെ ഓരോ എപ്പിസോഡ് തീരും. അങ്ങനെ 100 എപ്പിസോഡൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത്. എന്താ കാര്യത്തില് പുതിയ തലമുറയുടെ സംസ്കാരം അങ്ങനെ ആയി. അവർ 1 മിനിറ്റ് കൊണ്ട് ഒരു കണ്ടന്റ് കഴിഞ്ഞ അടുത്ത കണ്ടന്റ് എടുത്തിട്ട് അതിലേക്കായി. ഇത് ഭയങ്കര പിന്നെ വല്ലാണ്ടാവും. കാരണം വെച്ചാല് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ക്രൈം ചെയ്യുന്നത് പോലെയാണ്. ക്രൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരമായി ഒരു ക്രൈം കാണുന്ന ഒരാള്, നിരന്തരമായി ക്രൈം സീരീസുകൾ കാണുകയോ നിരന്തരമായി കാണുന്ന വയലൻസ് കാണുന്ന അല്ലെങ്കിൽ ആക്സിഡന്റ് കാണുന്ന ഒരാൾക്ക് അയാൾ പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് റോഡിൽ ലൈവിൽ ഇത് കണ്ടാൽ അയാൾക്കൊരു ഇമോഷനൊന്നും തോന്നില്ല. മനസ്സിലായോ? അയാൾ അതിനെ അത്രേ ഉള്ളൂ, ഭയങ്കര സിമ്പിളായിട്ട് കാണും. ഒരു ആക്സിഡന്റ് കണ്ടാൽ ഓടിച്ചെന്നിട്ട് അത് എടുത്ത് ഒരു വണ്ടിയിൽ കയറ്റി വിടാനൊന്നും തോന്നാണ്ട് സ്റ്റക്കായി ഇങ്ങനെ നോക്കിയിരിക്കും. അതെ, കാരണം വെച്ചാല് ഇതിലും വലുത് നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. ശരിയാണ്, മനസ്സിലായില്ലേ? അതെ, ഇപ്പൊ നമ്മൾ ഈ മൊബൈലിൽ പിള്ളേര് ആക്സിഡന്റ് ഒക്കെ കാണുമ്പോ ഇത് മാറ്റണില്ല. ഇത് അവരെന്താണ് കാണുന്നത് എന്നുള്ളത് കാണുന്നത്. പിന്നെ റോഡ് സൈഡിൽ ഇപ്പൊ ഞാൻ വരുമ്പോ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഒരു വണ്ടി ആക്സിഡന്റ് ആയി. അപ്പൊ നമ്മളവിടെ നിർത്തിയപ്പോ അവര് പോയിക്കൊന്നുണ്ട്. പക്ഷെ അവിടെ പിള്ളേർ എന്നിട്ട് ഇങ്ങനെ നോക്കണേന്ന്, ഇങ്ങനെ നിന്ന് നോക്കണം. അവർക്കൊരു പ്രശ്നമുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മള് ഒരു ആക്സിഡന്റ് ഉണ്ട്, ഉമ്മയൊക്കെ നമ്മളെ കണ്ണു പൊത്തിക്കളി. നമുക്കൊരു പേടിയാണ്, ബ്ലഡ് കണ്ട് നമ്മളെ ഇതായി പോകും എന്നുള്ളൊരു സംഭവമാണ്. അത് ഞാൻ ഈ പറഞ്ഞ പോലെയാണ്. അവര് കാണുന്ന കാഴ്ചകൾ ഒന്നും അല്ല എന്നുള്ള പുതിയതാണ്. അവർക്ക് വീണ്ടും വീണ്ടും വേറെ കണ്ടുകൊണ്ടേയിരിക്കണം. പുതിയത് ഇതിനേക്കാളും വലുത് കാണാം ത്വരയാണ് അവർക്ക്. ഒന്നാമത് ഗെയിം ഒക്കെ കളിക്കുമ്പോ ഫുള്ള് വെടിവെച്ച് ബ്ലഡ് തെറിക്കണതും മറ്റേ അവര് പറയണത് പണ്ടൊക്കെ നമ്മളെന്ന് പറഞ്ഞാൽ ഈ മാരിയോ പിന്നെ അങ്ങനത്തെ ഒക്കെ ഗെയിമുകൾ വീഡിയോ ഗെയിംസ് ആണ് കളിക്കുന്നത്. ഇപ്പൊ ഇവരെന്ന് പറഞ്ഞാൽ ലൈവ് എവിടെ ഏത് കലിങ്ങിന്റെ മുകളിൽ ഇരുന്നാലും പിള്ളേർ വെടിവെച്ച് കളിക്കുന്നുണ്ട്. വെടിവെക്കട വെടിവെക്കടാന്ന് പറഞ്ഞ് ബ്ലഡാണ്. ഞാൻ അടുത്ത് പോയി നോക്കിയപ്പോ ഇങ്ങനെ ബ്ലഡ് തെറിക്കണം, കുടുകുടുകുടുന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ ഇമോഷൻ ഇല്ല അവർക്ക്. എന്ന് പറഞ്ഞാൽ ഈ സങ്കടമൊക്കെ നമ്മള് സങ്കടത്തിലൊരു വിഷമം പറഞ്ഞാൽ അവരിങ്ങനെ എന്നൊക്കെ ചിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത്. നമുക്ക് ഇപ്പൊ ഇക്കന്റെ അടുത്തൊരു കാര്യം പറയും, അപ്പൊ നമുക്ക് അറിയാതെ കണ്ണീന്ന് വെള്ളം വരും. പക്ഷെ അവർക്ക് വേറെ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയാം. എന്താ വെച്ചാൽ നിങ്ങളിപ്പം നമ്മൾ കണ്ട്, ഞാൻ ഈ അടുത്ത് കുറേ റീൽസ് കണ്ട് ആകാശദൂത് എന്ന് പറയുന്ന സിനിമ ഇട്ട് കൊടുത്തിട്ട് തന്ത തള്ളി ഇട്ട് കൊടുത്തിട്ട് മക്കളിരുന്ന് കരയുന്നത്. അത് ഒരു പക്ഷെ അവരെ പിടിച്ചിരുത്തിയിട്ട് കാണിച്ചിട്ടാണ് അവരിരുന്ന് ഇങ്ങനെയും സിനിമകൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇമോഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ കണ്ടു, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിള്ളേരൊക്കെ ഇരുന്ന് വിഷമിക്കുന്നുണ്ട് ഇപ്പം സങ്കടപ്പെട്ടിരുന്ന സിനിമ കാണുന്നത്. അപ്പം നിങ്ങളിപ്പം പണ്ട് നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ തോന്നിയ നമ്മളെ ഭയങ്കര ഇമോഷണലി അറ്റാച്ച് ചെയ്ത കുറെ സിനിമകളുണ്ട്. ഇപ്പൊ കിരീടം പോലത്തെ സിബിമലയിലെ സിനിമകളുണ്ട്. കിരീടം അല്ലെ ആകാശദൂത്, സദയം പോലുള്ള സിനിമകൾ നമ്മൾ കാണുമ്പോൾ ആ സിനിമയിൽ ഉണ്ടാകുന്ന ഇമോഷൻസ് ഉണ്ട്. ആ ഇമോഷൻസ് നമ്മൾ കണ്ട് നമ്മൾ വല്ലാണ്ട് നൊന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സിനിമ, ഈ 2.5 മണിക്കൂർ 3 മണിക്കൂറുള്ള സിനിമ ഇന്നത്തെ ജനറേഷനിൽ ഒരു മക്കൾ ഇരുന്ന് കാണില്ല. അവരോടത് കാണാൻ പറഞ്ഞാൽ പോലും അവർക്ക് കാണണ്ട. ഇല്ല, അവർക്ക് എന്തോ ആ കഥകളോടൊന്നും ഒരു താല്പര്യമില്ല. ഒരിക്കലും പഴയ പടങ്ങൾ വരുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കസിൻസ് ആണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും ആ പഴയ പടങ്ങൾ അവരിരുന്ന് കാണുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവരെ പഴയ പടം കാണില്ല, മാറ്റിവിടും. അവർ മാറ്റിവിടും. എന്നാ ഞാൻ പറഞ്ഞ ജനറേഷൻ ഗ്യാപ്പിന്റെ ഇമോഷനും ഈ പറഞ്ഞ പോലെ ജനറേഷൻ ഗ്യാപ്പ് വന്നു. അവർക്ക് ആ ഇമോഷനൊന്നും താല്പര്യമൊന്നുമില്ല. ഇപ്പൊ ഒന്നിച്ചിരുന്ന് TV കാണുന്ന ഒരു സമ്പ്രദായം ഒന്നും ഇല്ല ഇപ്പൊ. എല്ലാവരുടെ റൂമിലും എല്ലാവരുടെ കയ്യിലും ഫോൺ, എല്ലാവരുടെ റൂമിലും TV, ആ ഒരു ഇതിലേക്ക് മാറി ഇപ്പൊ മൊത്തത്തിൽ.